മൈബദ് 20-ാമത്തെ സബക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ആഴ്ച നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും സബക്ക് നടക്കാതെ പോയി. ഏതായാലും നമുക്ക് ബാക്കി തുടരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മൾ ഇപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹയൂല സൂറത്തിനെ തൊട്ട് തജറുദാവൂല. അതായത് ഹയൂലക്ക് സൂറത്തില്ലാതെ വുജൂദില്ല. അതിന് മുമ്പത്തെ ഫസലിൽ നമ്മൾ സമർത്ഥിച്ചു സൂറത്ത് ഹയൂലയെ തൊട്ട് തജറുദാവൂല. ഇതിനെന്തായി ഹയൂല സൂറത്തിനെ തൊട്ട് തജറുദാവൂല. അതിന് മൂപ്പർ കൊണ്ടുവന്ന ന്യായം ഹയൂലെങ്ങാനും സൂറത്തിനെ തൊട്ട് തജറുദാകുകയാണെങ്കിൽ അപ്പൊ എന്താവട്ടെ, ഒന്നിരിക്കലെ ഹിസ്സിയായിരിക്കുന്ന ഇഷാറത്തിനെ സ്വീകരിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ സ്വീകരിക്കാത്തതാവട്ടെ. എന്നാൽ ഹിസ്സിയായ ഇഷാറത്തിന്റെ കാബിലാണെന്നും പറഞ്ഞൂടാ അല്ലെന്നും പറഞ്ഞൂടാ. അപ്പോ എന്തിലേക്ക് സബീലില്ല? ഫലാ സബീല ഇലാ തജറുദിഹാ അനി സൂറത്തി. ഇതാണിപ്പോ ദഅവ. സൂറത്തിനെ തൊട്ട് ഹയൂല തജറുദിലേക്ക് സബീലില്ല. ഒന്നും കൂടി പറഞ്ഞാൽ സൂറത്തിനെ തൊട്ടെങ്ങാനും ഹയൂല തജറുദായി വരികയാണെങ്കിൽ ഹയൂല ഒന്നിരിക്കൽ ഹിസ്സിയായ ഇഷാറത്തിന്റെ കാബിലാവണം, അല്ലെങ്കിൽ ആവാൻ പാടില്ല. നമ്മൾ ഹിസ്സിയായിരിക്കുന്ന ഇഷാറത്തിന്റെ കാബിലാവാൻ പാടില്ല. അല്ല, ഒന്നിരിക്കൽ അങ്ങനെ ആവും, അല്ലെങ്കിൽ അങ്ങനെ ആവൂല. ഈ ആകുന്ന തഖ്ദീർ അനുസരിച്ച് ഉള്ള കലാമുകൾ നമ്മൾ പറഞ്ഞു. എന്റെ അമ്മ അന്നഹു ലാ സബീലൽ അവ്വലി ഫലി അന്നഹാ ഹീനഇദിൻ ഇമ്മാൻ തൻഖസിമ. ഒന്നുകിൽ അംശയമാവും, അല്ലെങ്കിൽ അംശയമാവൂല. ഇങ്ങനെ ഏതായാലും പറഞ്ഞിട്ട് അവ ഹിസ്സിയായിരിക്കുന്ന ഇഷാറത്ത് ഉടയത് ആവാ എന്നതുണ്ടാവാൻ പാടില്ല എന്നത് സമർത്ഥിച്ചു. ഇനി നമ്മൾ പറയാൻ പോണെന്താ? ഔലാ തക്കൂന എന്ന രണ്ടാമത്തെ ശിക്ക്, അഥവാ ഹയൂല ഹിസ്സിയായിരിക്കുന്ന ഇഷാറത്തിന്റെ കാബിലാവാതിരിക്കും. അത് മുഹാലാണെന്ന് സമർത്ഥിച്ചാൽ എന്തായി? ഫലാ സബീല ഇലാ തജറുദിഹാ അനി സൂറത്തി എന്ന ദഅവ ഹഖാവും. ഇതാണിപ്പോ മൂപ്പര ദലീലിന്റെ ഹാസിൽ. അപ്പൊ ഒന്നാമത്തെ ശിക്ക് ഇവിടെ സമർത്ഥിക്കപ്പെട്ടു, പക്ഷേ സമർത്ഥിച്ചതൊക്കെ ബാത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. നഫ്സുൽ അംറിൽ എന്തായിട്ടില്ല? ആ ദലീലുകളൊന്നും ദലീലായിട്ട് ഉദ്ധരിക്കപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ നമ്മൾ അതിനെ സംസാരിച്ചു. ഇനി രണ്ടാമത്തെ ശിക്കിലേക്ക് കിടക്കട്ടെ. അമ്മ അന്നഹു ലാ സബീല ഇല സാനി. അപ്പൊ ഇനി രണ്ടാമത്തതിലേക്ക് സബീലില്ല എന്ന് പറഞ്ഞല്ലോ. അതായത് ഹിസ്സിയായിരിക്കുന്ന ഇഷാറത്ത് ഉടയത് അല്ല ഹയൂല എന്ന് പറയലിക്കെന്തില്ല? സബീലില്ല. അതിനെന്താ കാരണം? ഫലി അന്നഹ, കാരണം ആ ഹയൂല അത് ഫലി അന്നഹ ഇദാ കാനത്ത്, ആ ഹയൂല ആയാൽ ഒയറദാത്രി വളഇൻ, വളഉടയത് അഥവാ ഹിസ്സിയായിരിക്കുന്ന ഹിസാറത്തുടയത് അല്ലാത്തതാണെങ്കിൽ ആ തഖ്ദീറിനനുസരിച്ച് അപ്പൊ നോക്കണം. ഫൈദഖ്തറനത്ത് ബിഹ, ആ ഹയൂലയോട് സൂറത്ത് അന്വരിക്കുകയാണെങ്കിൽ, സൂറത്തുൽ ജിസ്മിയ ഫൈദഖ്തറനത്ത് ബിഹ അസൂറത്തുൽ ജിസ്മിയ, ഹയൂലയോട് സൂറത്ത് ജിസ്മിയ അന്വരിച്ച് വന്നാൽ ഫഇമ്മാ അല്ലാ തഹ്സില എന്നാ പറയാൻ പോണത്. അവിടെ സാരി പറയാണ് വസാറത്ത് ഹീനൈദിൻ, ആ ഹയൂലയായി ഹീനൈദിൻ അന്നേരം, അഥവാ ആ സൂറത്തുമായിട്ട് മുക്കാരിനാകുന്ന സന്ദർഭത്തിൽ അതാവും ദാത്തവലയും ബിദ്ദറൂറത്തിയും, ബദാഹത്ത് കൊണ്ട് ഹിസ്സിയായ ഇഷാറത്തുടേതാവും. അതായത് ഹിസ്സിയായ ഇഷാറത്തുടേത് അല്ല ഹയൂല എന്ന് വെക്കുക. അങ്ങനെയുള്ള ഹയൂല സൂറത്തുമായിട്ട് അന്വരിച്ച് വന്നാൽ അതെന്താവും? ബിത്തബഅ് ഒരു ഹിസ്സിയായ ഇഷാറത്തുടേതാവും. എന്താ കാരണം?
സൂറത്ത് ഹയൂലും കൂടി കൂടിയാൽ എന്തായല്ലോ ജിസ്മായി. ഏത് ജിസ്മും എന്താണ് ഒരു മക്കാനിലായിരിക്കും. അപ്പൊ അതെന്തായിരിക്കും ഇഷ്യായ ഇഷാറത്തിന് കാബിലാവും. അപ്പൊ അതിലേക്ക് ആദ്യമായി അതിലേക്ക് എന്ത് രാജ്യമായി എന്നറിയോ? പിന്നെ ആ ഏത് മുറക്കവും ഒരു ഹയൂലയും സൂറത്തോടും കൂടുമ്പോ എന്തായി ജിസ്മായല്ലോ. ഏതൊരു ജിസ്മ എന്തായിരിക്കും അതിനൊരു ഹയ്യസ് ഉണ്ടാവും. പിന്നെ ബിദ്ദാത്ത് വലവുടേതുമായിരിക്കും. അപ്പൊ ഹയ്യൂൽ എന്തായിരിക്കും ബിത്തബാഴ്. ഫല ഹയ്യൂല സാറത്ത് ബി വസീലത്തിൽ മുറക്കബി ബൽ ബി വസീലത്തിൽ സൂറത്തി ലാത്തവലഇൻ. ബിത്തബാഴ് ബിത്തബാഴ് എന്തായി വലവുടേതായി. മുറക്കബിന്റെ വസീല എന്നല്ല, സൂറത്ത് ജിസ്മിയന്റെ വസീലയോടുകൂടെ എന്തായി ബിത്തബാഴ് വലവുടേതായി. അപ്പൊ ഏത് വലവുടേതിലേക്ക് ഇത് വേണം? ഒരു ഹയ്യിസ് വേണം. വലവ് ബിത്തബാഴ്. ഇതാണിപ്പോ ആ പറഞ്ഞിരിക്കുന്ന രാജ്യമായ കാര്യം. മനസ്സിലായിട്ടുണ്ടാവും. അഥവാ ഹയൂല എന്നല്ല ഹിസ്സിയായ ഇഷാറത്തുടേത് അല്ല എന്ന് വെക്കുക. അങ്ങനെയുള്ള ഹയൂല ഒരു സൂറത്ത് ഇസ്മിയുമായിട്ട് സൂറത്ത് ഇസ്മിയ ഹയൂലയുമായിട്ട് അന്വരിച്ച് വന്നാൽ ഹയൂൽ എന്താവേണ്ടി വരും? വലവുടേതാവേണ്ടി വരും. സൂറത്തിനോട് അന്വരിക്കുന്ന രൂപത്തിലാവണം. അത് ബദാഹത്താണ്. ബദാഹത്ത് കൊണ്ടത് കിട്ടും. എന്തേ കാരണം? സൂറത്ത് ജിസ്മിയയും ഹയ്യൂലും കൂടി കൂടുമ്പെന്തായി അത് ഒരു മുറക്കമായി ജിസ്മായി. ഏത് ജിസ്മിനിക്കെന്ന് വേണം? ഹയ്യസ് വേണം. ബിദ്ദാത്ത് വകവുണ്ടാവും. അപ്പൊ ഹയ്യൂലക്ക് എന്തായി തെർക്കീബിന്റെ വസീല കൊണ്ട് എന്നല്ല സൂറത്തിന്റെ വസീല കൊണ്ടെന്തായി അത് ബിത്തബഹു അതുടേതായി. അപ്പൊ ഏത് വലവുടേതിരിക്കെന്ന് വേണം? ഒരു ഹയ്യസ് വേണം. അപ്പല്ലേ ഹയ്യൂലക്ക് ഹയ്യസ് വേണമെന്ന് വന്നു. ഇത് മനസ്സിലായാൽ ഇതിനപ്പുറം മനസ്സിലാവും. ഫഇമ്മ അല്ലാ തഹ്സില ഫി ഹയ്യിദ്. അങ്ങനെ ആവുമ്പോ ഒന്നിരിക്കല് ഫഇമ്മ അല്ലാ തഹ്സില ആ ഹയ്യൂല ഹാസിലാവാതിരിക്കട്ടെ ഫി ഹയ്യിദിൻ ഒരൊറ്റ മക്കാനിലും ഹാസിലാവാതിരിക്കട്ടെ. അവസരം തീരെ തന്നെ. ഔ തഹ്സിലു അല്ലെങ്കിൽ ഹയ്യൂല ഹാസിലാവട്ടെ ഫി ജമീൽ അഹിയാദ് എല്ലാ ഹയ്യിദുകളിൽ എന്താവട്ടെ ഹയ്യൂല ഹാസിലാവട്ടെ. ഔ തഹ്സില ഫി ബാലിൽ അഹിയാദ് അല്ലെങ്കിൽ എന്താവട്ടെ ഹയ്യൂല ചില ഹയ്യിദുകളിൽ ഹാസിലാണ് ദൂന ബാലൻ മറ്റു ബാലനെ കൂടാതെ. ചില ഹയ്യിദുകളുണ്ട് മറ്റു ഹയ്യിദിലില്ല. ഇങ്ങനെ 3 ശിക്കാണ് ഇപ്പോൾ എന്തായത് നമ്മൾ പറഞ്ഞത്. ഒന്നിലേക്ക് തീരെ ഹയ്യിദിലാവാതിരിക്കുക, അല്ലെങ്കിൽ ജമീ ഹയ്യിദിലാകുക, അല്ലെങ്കിൽ ചില ഹയ്യിദിലുണ്ട് മറ്റേ ഹയ്യിദിലില്ല. ഈ 3 ശിക്കും ബാത്തിലാണ് മുഹാലാണ് എന്ന് സമർത്ഥിക്കപ്പെടും. അപ്പെന്തായി രണ്ടാമത്തെ ശിക്കും ബാത്തിലാവും. അപ്പെന്തായി നമ്മൾ ആദ്യം പറഞ്ഞ ഫലാസബീര ഇലാ തജറുദിഹ അനി സൂറത്തി എന്നതൊരു സുബൂത്താവും. ഇതാണ് ഇപ്പൊ മുസന്നിഫ് പറഞ്ഞതിന്റെ ഹാസിൽ വരിക. ഇനി പറയട്ടെ, ഈ പറയപ്പെട്ട തെർദീദിന്റെ മേലുള്ള ഒരു എഴുത്തിനാളാണ് ഞാൻ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്. ഈലാലൈഹി ഈ പറഞ്ഞതിന്റെ മേൽ എഴുത്തിനാളാക്കപ്പെട്ടു. യജൂസു അല്ലാ യഖ്തരിന ബിഹാ അസ്സൂറത്തു അബദ. ഹയൂല സൂറത്ത് അല്ലാ യഖ്തരിന ബിഹ ഹയൂലയോട് അന്വരിക്കാതിരിക്കൽ ജായിസാവാല. അസൂറത്തു സൂറത്ത് അബദൻ ഒരു കാലത്തും. എന്താ പറഞ്ഞത്? ഇപ്പോ സൂറത്ത് എന്താവട്ടെ ഹയൂലയോട് തീരെ അന്വരിക്കാതിരിക്കൽ ജായിസാവും. ഈ പറഞ്ഞതിനെ നമ്മളൊന്ന് വിശദീകരിച്ചാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതായത് നിങ്ങളിപ്പോ ഈ ഹയൂല തജറുദുണ്ട് എന്ന് വാദിക്കുമ്പോൾ ആ മുജറദായ ഹയൂല സൂറത്തുമായിട്ട് അന്വരിച്ച് വരുമ്പോഴാണല്ലോ ഇപ്പൊ ഈ ഫസാദൊക്കെ ഉണ്ടായത്. അതായത് സൂറത്തുമായി അന്വരിച്ച് വരുമ്പോ ഒന്നിരിക്കൽ എന്താവട്ടെ ഹയ്യിദിൽ തീരെ ആവാതിരിക്കട്ടെ, അല്ലെങ്കിൽ ആവട്ടെ, അല്ലെങ്കിൽ ചിലതിലാവട്ടെ ചിലതാവാതിരിക്കട്ടെ. ഈ 3 ഇഹ്തിമാല് ഇവിടെ വന്നത് ഏതിന്റെ മേലാണ്? ഹയൂല
മുജറദാവുകയും സൂറത്തിനോട് അത് മുക്കാരിനാവുകയും ചെയ്യലിനാൽ ലാസിമാവുന്ന ഒരു ഫസാദാണ്. എന്നാ എന്തായിക്കോട്ടെ, ഈ ഇഖ്തിറാൻ അങ്ങനെ മുഹാലാകുക, സൂറത്ത് എന്താവൂല, ഒരു കാലത്തും ഹയൂലയോട് മുക്കാരിനാവൂല എന്ന് ജായിസാവുകയാണെങ്കിൽ ഈ ഫസാദൊന്നും വരൂല. അതെങ്ങനെ? അത് നമ്മൾ ഇങ്ങനെ പറയും, ഹയൂല എന്നതിന്റെ മാഹിയത്ത് സൂറത്തിനെ സ്വീകരിക്കുന്ന തൊട്ട് മാനിയാണെന്നാണ് പറയാ. അപ്പൊ ഹയൂൽ എന്താവും? ആ ഹയൂലിന്റെ ഹാലത്തിന്റെ മേൽ മുജറദായിട്ട് അവിടെ ശേഷിക്കും, സൂറത്തിനെ തൊട്ട് മുജറദായിട്ട് ശേഷിക്കും. അപ്പൊ പിന്നെ ഈ ഫസാദൊന്നുമില്ലല്ലോ. അപ്പൊ ഹയ്യിദിലാണോ അല്ലേ എന്നുള്ള തർക്കങ്ങളൊന്നും വരൂല എന്നൊരു എഴുത്തരാത് ഇതിന്റെ മേൽ. അപ്പൊ ഉജീബ, അതിലേക്ക് ജവാബ് കൊടുക്കപ്പെട്ടു. ഈ ഹയൂല സൂറത്ത് ഹയൂലയോട് അന്വേഷിക്കാതിരിക്കല് ജായിസാവൂലോ? അതായത് ഹയൂല എന്ന മാഹിയത്ത് അതിന്റെ ദാത്തിന്റെ വർത്തവിൽ എന്താകുക, സൂറത്തിനെ തൊട്ട് എന്ത് ചെയ്യുക, മാനിയാകുക, കബൂലിനെ തൊട്ട് മാനിയാകുക. അപ്പൊ ഒരൊറ്റ ഹയൂലയോട് എന്താവൂല, സൂറത്ത് മുക്കാരിനാവൂല. അങ്ങനെ മുക്കാരിനാവുമ്പോഴാണ് നിങ്ങൾ ഈ പറഞ്ഞ ഫസാദൊക്കെ വരിക. അപ്പൊ ഫസാദ് വരൂല എന്ന് പറഞ്ഞ ഈ തീരന്റെ മേൽ ആ തീരക്ക് ജവാബ് കൊടുക്കപ്പെട്ടു. ബി അന്നഹ ബിന്നദിരിലാദാത്തിഹ ഇല്ലം തഖബുൽ സൂറത്ത ലം തകുൻ ഹയൂല ബൽ മിനൽ മുഫാരിഖാത്തി. മുജീബ് ആരാ? മുജീബ് സാഹിബുൽ മുഹാക്കമാത്താണ് ഈ ജവാബ് കൊടുക്കുന്നത്. മൂപ്പര് പറയാണ്, ബി അന്നഹ ഈ ഹയൂല ബിന്നദിരിലാദാത്തിഹ ഹയൂലിന്റെ ദാത്തിലേക്ക് നോക്കലുകൊണ്ട് ഹയൂല ഇല്ലം തഖബുൽ സൂറത്ത അത് സൂറത്തിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അതായത് ഹയൂലിന്റെ ദാത്തിലേക്ക് നോക്കിയിട്ട്, ഫീഹദ്ദി ദാത്തിയിലേക്ക് നോക്കിയിട്ട്, ആരുതായിരിക്കുന്ന അഹ്വാലുകളെ തൊട്ട് കത്തലിനവർ ചെയ്തിട്ട് ഹയൂലിന്റെ ഫീനഫ്സിന്റെ ദാത്തിലേക്ക് നോക്കിയിട്ട് സൂറത്തിനെ സ്വീകരിക്കണില്ല നോക്കുക. എന്നാൽ എന്താണ്? ഹയൂലാവൂല. കാരണം എന്താ? ഈ ഹയൂല എന്ന് പറഞ്ഞ സാധനം അത് പിന്നെ സൂറത്തിനെ സ്വീകരിക്കുന്ന ഒരു മഹല്ലാകുന്ന ജൗഹറിനിക്കാണ് നമ്മൾ എന്ത് പറയണത്, ഹയൂല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹയൂല സൂറത്തിന് അതിന്റെ ദാത്തിന്റെ മർത്തവ്യത്തിൽ തന്നെ സൂറത്തിനെ സ്വീകരിച്ചാൽ മുഹാലാണ് നോക്കുക. എന്നാ പിന്നെന്താവോ? അത് മഹല്ലായൊരു ജൗഹറാവോ? ഇല്ലല്ലോ. അപ്പൊ അത് ഹയൂലാവൂല. പിന്നെ എന്തിനാകുക? വൽ മിനൽ മുഫാരിഖാത്തി, അത് മുഫാരിഖാത്തിൽപ്പെട്ടതാകും. അപ്പൊ ഇതിന് ഹയൂല എന്ന് പറയല് മജാസാവും. അപ്പൊ ഒരു കാലത്ത് എന്താവൂല, അത് ഹയൂലയോട് സൂറത്തിനോട് അന്വരിക്കൂല. ഈ മുഫാരിഖാത്തിൽപ്പെട്ടതാകുക എന്ന് പറഞ്ഞാലേ അതൊരു വിഷയമാണ്. കാരണം നമ്മളിപ്പോ ഈ മുജറദാത്ത് എന്നൊക്കെ പറയുന്ന സാധനം ഹയൂലയെ തൊട്ട് മുജറദാകണം. ഇനിയിപ്പോ ഹയൂലയെ തൊട്ട് മുജറദല്ല, ഹയൂല സൂറത്തിനെ തൊട്ട് മുജറദ് എന്നപ്പോ ഈ മുഫാരിഖാത്തിന്റെ വായന അങ്ങനെ പ്രയോഗം എന്തില്ല, അവർക്കൊട്ടില്ലേനും. അങ്ങനെ വിഷയം ഇവിടെ വേറെ വരും. അതെന്താവട്ടെ. വൈൽ കബിലത്ത് ഹാ, ഇനെന്താണ്? ദാത്തിന്റെ മർത്തവയിൽ ഹയൂലയാകുക എന്ന നിലക്ക് ദാത്തിന്റെ മർത്തവയിലെ സ്വീകരിക്കും, സൂറത്തിനെ സ്വീകരിക്കും. അപ്പൊ പിന്നെ ഏത് ഫസാദില്ല, ലം തകുൻ ഹയൂല ബൽ മിനൽ മുഫാരിഖാത്തി എന്ന പ്രശ്നം വരൂല. എന്നാലോ ഫലുഹൂഖു സൂറത്തി, അപ്പൊ സൂറത്ത് ചേരല് മുംകിനാണ്. ലഹ, ആ ഹയൂലയോട് എന്താണ്? സൂറത്തിന്റെ ലുഹൂക്ക് മുംകിനും ബി ഹസബി ദാത്തിഹ, ഹയൂലിന്റെ ദാത്തിനെ പരിഗണിക്കൽ കൊണ്ട് അത് മുംകിനാകുന്നു. അപ്പൊ ഇതിലാദ്യമായി ഹയൂലിന്റെ ദാത്തിന്റെ മർത്തവയിൽ നോക്കിയാൽ അത് സൂറത്തിനെ കാബിലാണോ, സൂറത്തിനെ സ്വീകരിക്കൂലേ? സ്വീകരിക്കണില്ല നിൽക്കുക. എന്നാ പിന്നെ അത് ഹയൂലന്നെ ആവൂല, അത് മുഫാരിഖാത്തിൽപ്പെട്ടാവും. ഇനി ദാത്തിന്റെ മർത്തവയിൽ സ്വീകരിക്കുന്നു വെക്കുകയാണെങ്കിൽ എന്നാ പിന്നെ ഹയൂലയായ നിലക്ക് സൂറത്തിനെ സ്വീകരിക്കും. ഇനി ആ സൂറത്ത് ബിൽഫിലയോട് ചേരലോ, അതൊരു മുംകിനായ കാര്യമാണ്. കാരണം ദാത്തിന്റെ മർത്തവയില് അത് പിന്നെ കബൂലാക്കുമല്ലോ. പിന്നെ ആരതിന് വേണ്ടിയല്ല മുഹാലാകുക. പറയട്ടെ, അതാണ് ഇപ്പൊ ലുഹൂക്ക് സൂറത്തിന്റെ ലുഹൂക്ക് മുംകിനുൻ
മുംകിനാണ്. അതായത് ഒരു കാലത്തും ഹയൂല സൂറത്തിനോട് ചേർന്നിട്ടില്ല വെക്കുക, എന്നാലും ഫിയത്തിലെ മുംകിനാണല്ലോ. ഗ്യാസിലെ ദാത്തിന്റെ ദാത്തിന്റെ കാര്യമാക്കൽ കൊണ്ട് വൽ മുംകിനോ. അപ്പൊ ഒരു മുംകിന് മുംകിന് എന്ന് പറഞ്ഞാൽ മാല എൽഗമുൽ മുഹാലു. അതിനാൽ ഏത് രാജ്യമാവൂല? ഒരു മുഹാല് രാജ്യമാവാത്ത ഒന്നിനിക്കല്ല മുംകിന് എന്ന് പറയണത്. ലാക്കിൻ പക്ഷെ അപ്പൊ മുംകിനാണ്. സൂറത്തിന്റെ ലുഹൂക്ക് എന്താണ്? ദാത്തിന്റെ മർത്തബയിൽ മുംകിനാണ്. മുംകിൻ എന്ന് പറഞ്ഞാലോ മാല എൽഗമുൽ മുഹാലു. അതിന്റെ ഉക്കൂവിനെ ഫർള് ചെയ്യലാൽ ഏത് രാജ്യമാവാൻ പാടില്ല? ഒരു മുഹാല് വരാനും പാടില്ല. അതായത് മുംകിനിന്റെ ഫർദിനെ ഉക്കൂവ് ചെയ്യലാൽ, മുംകിനിന്റെ ഉക്കൂവിനെ ഫർള് ചെയ്യലാൽ ഏത് വരാൻ പാടില്ല? ഒരു മുഹാല് രാജ്യമാവാൻ പാടില്ല. പക്ഷേ ലാക്കിൻ ഉറൂദു സൂറത്തിലഹ, ഈ ഹയൂലക്ക് സൂറത്തിന്റെ ഉറൂദ് മുസ്തൽസിമുൽ മുഹാലി, മുഹാല് രാജ്യമാക്കുന്നുണ്ട്. അപ്പോ അതായത് എന്താണ് മുഹാല്? ഹയൂൽ എന്താവും? ഒരു ദാത്തുവളാവും, ഹിസ്സിയായിരിക്കുന്ന ഇശാറത്തിനെ സ്വീകരിക്കുന്നതാകും. അപ്പൊ എന്ത് പറഞ്ഞപ്പോ ഫീഹദ്ദിദാത്തിൽ ഹയൂല സൂറത്തിനെ സ്വീകരിക്കുന്ന വെക്കുകയാണെങ്കിൽ സൂറത്ത് ഹയൂലയോട് ചേരൽ മുംകിനാണ്, അതിന്റെ ദാത്തിന്റെ മർത്തബയിൽ മുംകിനാണ്. ഒരു മുംകിന് ആ മുംകിന്റെ ഉക്കൂവിനെ ഫർള് ചെയ്യലാൽ മുഹാല് ലാസിമാവാൻ പറ്റൂല. എത്തരത്തില് ഇവിടെ എന്തുണ്ടാറുണ്ട്? സൂറത്തിന്റെ ഉറൂദ് ആ ഹയൂലക്ക് സൂറത്ത് ആയതാവനാൽ ഒരു മുഹാല് ലാസിമാക്കുന്നുണ്ട്. ആ മുഹാലേതാ? മുഹാലെന്താ? അത് ഹയൂൽ എന്ത് ചെയ്യാ? ഹിസ്സിയായിരിക്കുന്ന പിന്നെ ഇശാറത്തിനെ സ്വീകരിക്കുക. അതായത് ഹിസ്സിയ ഇശാറത്തിനെ സ്വീകരിക്കുന്നതാകുമ്പോ ഒന്നിച്ചില ഹൈദരാവണം അല്ലെങ്കിൽ ആവാതിരിക്കണം, അല്ലെങ്കിൽ ബാദലാണെങ്കിൽ ബാദലാവണ്ട. ഇതൊക്കെ മുഹാലുകളാണ്. ഈ മുഹാലുകൾ രാജ്യമാക്കൽ വരുന്നുണ്ട്. അപ്പൊ എന്ത് രാജ്യമായി? ഈ മുഹാലിന്റെ ലുസൂമിയത്ത് എവിടുന്ന് ഉത്ഭവിച്ചതല്ല, സൂറത്തിന്റെ ലുഹൂക്കിനാലല്ല. കാരണം എന്താ? അതൊരു മുംകിനാണെന്ന് നമ്മൾ പറഞ്ഞതല്ലോ. അപ്പൊ അതെന്താവണം? ഹയൂല സൂറത്തിനെ തൊട്ട് തജറുദിനാൽ ഉത്ഭവിച്ചതാവണം. അപ്പൊ ആ തജറുദ് എന്താവണം? ബാത്തിലാവണം. കാണവമായ മുഹാല ഫഹുവ മുഹാലുൻ, മുഹാലിലാദിമാക്കുന്ന ഒന്ന് മുഹാലാണല്ലോ. ഇതാണ് സാഹിബുൽ മുഹാക്കമാത്ത് കൊടുത്ത ജവാബിന്റെ ഹാസിൽ. അപ്പൊ ഞാൻ അവിടെ ലാ യുഖാലു, ഈ മുഹാക്കമാത്തിന്റെ ജവാബിന്റെ മേലില് ഇനി ഒരു മറുപടി പറയാം. ആ മറുപടി ശരിയല്ല, അതുകൊണ്ടാണ് ലാ യുഖാലു ഇട്ട് പറഞ്ഞത്. ലാ യുഖാലു അൽ മുംതനിഉ ബിൽ ഗൈരി യുംകിനു അൻ യസ്തൽസിമ മുംതനിഅൻ ബിദ്ദാത്തി. അതായത് വൽ മുംകിനു മാ ലാ യൽസമു മിൻഹുൽ മുഹാലു എന്ന് പറഞ്ഞ ആ മുഖദ്ദിമ നമ്മൾ സമ്മതിക്കൂല. അത് മുത്തലക്ക നമ്മൾ സമ്മതിക്കൂല. ഒരു മുംകിന്റെ വുക്കൂവിനെ ഫർള് ചെയ്യലാൽ മുഹാല് ലാസിമാവൂല എന്ന് പറഞ്ഞല്ലോ. നിങ്ങളിപ്പോ ഹയൂല ദാത്തിന്റെ മർത്തബയില് ഏതാണ്? സൂറത്തിനെ സ്വീകരിക്കും. എന്നാ പിന്നെ സൂറത്തിന്റെ ലുഹൂക്കിനാൽ ഏതുണ്ടാവാൻ പാടില്ല? മുഹാലുണ്ടാവാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ഉണ്ടാവും, മുഹാലുണ്ടാവും. അപ്പൊ നിങ്ങൾ പറയില്ല മുഹാൽ എന്ന് പറഞ്ഞാല് മുംകിനാൽ എന്തിനാ? മുംകിന്റെ വുക്കൂവിനെ ഫർള് ചെയ്യലാൽ മുഹാല് ലാസിമാവൂല. അത് നമ്മൾ സമ്മതിക്കൂല. ഇതാണ് ഇപ്പൊ ഈ ലായുക്കാലും പറയണത്. ലായുക്കാലു പറയപ്പെടൂല, ലായുക്കാലു അവിടെ ശരിക്കും മിണ്ടരുത് എന്ന് പറയണം. അൽ മുംതനിഉ ബിൽ ഗൈരി, ബിൽ ഗൈരി മുംതനിഉ, ബിൽ ഗൈരി മുഹാല് യുംകിനു അൻ യസ്തൽസിമ, അത് ലാസിമാക്കും. മുംതനിഅൻ ബിദ്ദാത്തി, ബിദ്ദാത്ത് മുഹാല് ലാസിമാക്കും. അതായത് ബിൽ ഗൈരി മുഹാലാണ്. അവർ ബിൽ ഗൈരി മുഹാലായിരിക്കുന്ന ഒന്ന് ബിദ്ദാത്ത് മുംകിനാണ്, ബിൽ ഗൈരി മുഹാലാണ്. അങ്ങനത്തെ ഒന്ന് ഏതിന് ലാസിമാക്കാം? ബിദ്ദാത്ത് മുഹാലിനെ ലാസിമാക്കാം. അപ്പൊ ഏത് മുഹാലിന്റെയും ഏത് മുംകിന്റെയും വുക്കൂവിനെ ഫർള് ചെയ്യലാൽ മുഹാല് ലാസിമാവൂല എന്ന് സമ്മതിക്കൂല. അപ്പോ
പറഞ്ഞതിന്റെ ഹാസിൽ മനസ്സിലായല്ലോ. ബിൽഗൈർ മുഹാലായ ഒന്ന് ബിദ്ദാത്ത് മുംതനീനെ ലാസിമാക്കാം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ് നമ്മൾ സമ്മതിക്കൂല. ഏതുപോലെ എനിക്കൊരു ചെറുതായിട്ട് പറയാം. കമാ അന്ന അദമൽ അക്കലി അവല് അക്കലവല് അക്കലവലിന്റെ അദമ് യസ്തൽസിമു ആ അദമിനെ എത്തിക്കപ്പെടുകയാണെങ്കിൽ ലാസിമാവും. അദമൽ വാജിബി വാജിബിന്റെ അദമിനെ ലാസിമാക്കും. വഹുവ മുത്തനിഉല്ലി ദാത്തിഹി അത് ദാത്തിന് വേണ്ടി മുത്തനിയാണ്. എന്താ പറഞ്ഞത്? നമ്മളിപ്പോ അക്കലവ്വലിന്റെ ഇല്ലത്ത് താമയാണല്ലോ വാജിബിൽ വുജൂദ് വരെ മദ്ഹബനുസരിച്ച്. അക്കലവ്വല് എന്ന് പറഞ്ഞാലോ ബിദ്ദാത്ത് മുംകിനാണ്. അപ്പോ ബിദ്ദാത്ത് മുംകിനാവുമ്പോ മുംകിനൊക്കെ എന്താണ്? ഹാലിക്കത്തു ദാത്തി ബാത്തിനത്തിൽ ഹഖീഖത്തല്ലേ. അപ്പൊ എന്താണ്? ആ ബിദ്ദാത്ത് മുംകിനായിരിക്കുന്ന അക്കലവ്വലിനൊക്കെ അദമ് ജായിസാണ്, ദാത്തിന്റെ വർത്തമീര്. അതേസമയോ ബിൽഗൈർ മുഹാലാണ്. കാരണം എന്താ? വൽ മുസ്തനദു ഇലൽ വാജിബ് മിൻ ഹൈസുൽ വുജൂബ് വുജൂബിന്റെ ഹൈസിയത്തിൽ കൂടെ വാജിബിലേക്ക് മുസ്തനദായ ഒന്നിന്റെ വുജൂദ് ഏതാണ്? വാജിബാണ്. അതിലേക്ക് അത് മുഹാലാണ്. ശരിയാ? അപ്പെന്തായി? ഈ അക്കലവ്വലിന്റെ അദമ് ഏതിൽ ലാസിമാക്കും? വാജിബിന്റെ അദമിനെ ലാസിമാക്കും. മനസ്സിലായോ? വഹുവ മുത്തനിഉല്ലി ദാത്തിഹി അപ്പൊ ദാത്തിന്റെ വേണ്ടി മുംതനിയാണല്ലോ. അപ്പൊ എന്തായില്ലേ? ഒരു ബിദ്ദാത്ത് മുംകിനായിരിക്കുന്ന ഒന്നിന്റെ അദമ് ജായിസാണ്. അങ്ങനത്തെ അദമിനെ ആ അദമിന്റെ ഉക്കുവിനെ ഫർദ് ചെയ്യല്ലാൽ ഏത് ലാസിമാവുണ്ട്? ഒരു മുഹാല് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ബാത്തിലായി വൽ മുംകിനുമാലായിരുന്നു മിൻഹുൽ മുഹാലു എന്ന് പറഞ്ഞ ബാത്തിലായല്ലോ എന്ന മിണ്ടരുത്. ലിഅന്നാനക്കൂൽ കാരണം നമ്മൾ പറയും അൽ മുംതനിഉ ബിൽ ഗൈരി അതായത് ബിദ്ദാത്ത് മുംകിനും ബിൽഗൈർ മുംതനിയുമായ ഒന്ന് യസ്തൽസിമു മുംതനിയൽ ബിദ്ദാത്തി ബിദ്ദാത്ത് മുംതനിയെ ലാസിമാക്കും എന്ന് പറഞ്ഞത് മിൻ ഹൈസു ഇന്നഹു മുംതനിഉൻ അത് മുംതനിയാകുക എന്ന ഹൈസ്യത്തിൽ കൂടെയാണ്, ഒരു മുംകിനി എന്ന ഹൈസ്യത്തിൽ കൂടെയല്ല. വൽ കലാമു ലനാ നമ്മക്കുള്ള കലാമോ മിൻ ഹൈസു ഹുവ മുംകിനുൻ മുംകിനാകുക എന്ന ഹൈസ്യത്തിലുള്ള കലാമാണ്. ഇവിടെ വരുന്നതോ വാജിബിലേക്ക് മുസ്തനിദാകുക എന്ന ഹൈസിയത്തിൽ കൂടെയായ നിലക്ക്. അതായത് അക്കലവ്വല് എന്തായി? അക്കലവ്വലിന്റെ വുജൂദ് അങ്ങനെ വാജിബിൽ വുജൂദിലേക്ക് മിൻ ഹൈസുൽ വുജൂബ് വുജൂബിന്റെ ഹൈസ്യത്തിൽ കൂടെ അല്ല, മിൻ ഹൈസുൽ ഇഖ്തിയാറിന്റെ ഹൈസ്യത്തിൽ കൂടെ അല്ല, വുജൂബിന്റെ ഹൈസിയത്തിൽ കൂടെ മുസ്തനദാകുക എന്ന ഹൈസിയത്തിൽ കൂടെ ഏതാണ്? ഈ ഇത് മുഹാലാണ്, അതിനക്ക് അദമ് മുഹാലാണ്. ആ നിരക്കുള്ള അദമിന്റെ വുജൂദിനെ നമ്മൾ എന്ത് ചെയ്യാ? ഫർദ് ചെയ്താൽ ഏത് വരും? അവൻ മുഹാലായ ഹൈസ്യത്തിൽ കൂടെയാണ്. ഏത് ഹൈസ്യത്തിൽ കൂടെ അല്ല? മുംകിന്റെ ഹൈസ്യത്തിൽ കൂടെ അല്ല. ഫൈനസ്തിൽസാമ അദമിൽ അക്കലിൽ അവര് അക്കലവ്വലിന്റെ അദമ് ലാസിമാക്കല് അദമൽ വാജിബിന്റെ അദമിന് ലാസിമാക്കല് മിൻ ഹൈസു ഇന്ന വുജൂദൽ അക്കലി അക്കലിന്റെ വുജൂദ് വാജിബാണ്. വ അദമുഹു മുംതനിഉൻ അതിന്റെ അദമ് മുംതനിവാണ്. ലി വുജൂദിൽ വാജിബി ഇല്ലത്ത് താമയാവുന്ന വാജിബുണ്ടായതിന് വേണ്ടി എന്ന ഹൈസ്യത്തിൽ കൂടെയാണ്. എന്നാൽ അമ്മാ ബിന്നദിരിലാ ദാത്തിഹി അക്കലവ്വലിന്റെ ദാത്തിലേക്ക് നോക്കലുകൊണ്ട് മഴക്കത്തൈനദിരൽ ഉമൂരിൽ ഖാരിജിയത്തി ഖാരിജിയായിരിക്കുന്ന ഉമൂറുകളെ തൊട്ട് കത്തൈനദർ ചെയ്യലോട് കൂടെ ഫലാ യസ്തൽസിമുൽ മുഹാല അത് മുഹാല ലാസിമാക്കില്ല. വയില്ല ഇനി അങ്ങനെ ലാസിമാക്കുന്നു വെക്കുക. നാലം വെക്കുന്നു മുംകിനൻ ബിദ്ദാത്തി അത് ബിദ്ദാത്ത് മുംകിനാവില്ല. ഖദ് ഫർദ ലഹു ബിദ്ദാത്ത് മുംകിൻ ഹഫ്. മനസ്സിലായോ? വഹാവുന ഇവിടത്തിലുണ്ട് ഇത് ഈ സൂറത്ത് ഹയൂലയോട് ചേരും എന്ന് പറഞ്ഞ മക്കാമിലെ വഹാവുന അതങ്ങനല്ല. വഹാവുന ലൈസ കദാലിക എന്നാൽ ആ വാജിബുൽ വുജൂദിന്റെ അദമിന്റെ മേലില് അക്കലവ്വലിന്റെ അദമും വാജിബുൽ വുജൂദും തമ്മിലുള്ള അരിക്കുന്ന ബന്ധം അതാണ് വഹാവുന ഇവിടത്തില് ലൈസ കദാലിക അത് അപ്രകാരമല്ല. എപ്രകാരം? ഒരു മുഹാലാകുക എന്ന ഹൈസിയത്തിൽ കൂടെ മറ്റൊരു മുഹാല് ലാസിമായതല്ല. മുംകിനിന്റെ മർത്തബയിൽ നിന്നാണ് ഇത് വരുന്നത്, നമ്മളെ മക്കാമിന് മുഹാല് വരുന്നത്. കാരണം അന്നൽ ഹയ്യുൽ മുജറദ
മുജറദായ ഹയൂല ഇദാ നുദിറ ഇലൈഹ ഫീ ഹദ്ദി ദാത്തിഹ, അതിന്റെ സ്വയം ദാത്തിലായ നിലക്ക് അതിലേക്ക് നോക്കപ്പെട്ടാൽ മിൻ ഗൈരി നദരിൻ ഇലൽ മാനിഇ, ഒരു മാനിയിലേക്ക് തീരെ നോക്കൽ കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ വഫുരിള, എന്നിട്ട് ഫർള് ചെയ്യപ്പെടുകയും ചെയ്തു ലുഹൂഖു സൂറത്തി ഇയ്യാഹ, സൂറത്ത് ഹയൂലയോട് ചേരല്ല ഫർള് ചെയ്യപ്പെടുകയും ചെയ്താൽ യൽസമു മിൻഹു മുഹാലുൻ, മുഹാൽ ലാസിമാവും. അപ്പൊ എന്തായി? ഒരു മുംകിനായ നിലക്ക് ആ മുംകിന്റെ ഉക്കുവിനെ ഫർള് ചെയ്യലിനാൽ തന്നെ ഏത് ലാസിമായല്ലോ? മുഹാലിന്റെ ലസൂമിയത്തുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെയല്ല, അഖൽ അവലിന്റെ ആദമിന്റെ ഉജൂദിനെ ഫർള് ചെയ്യപ്പെട്ടാൽ എങ്ങനത്തെ ആദമേ? അത് ഫീ ഹദ്ദി ദാത്തിഹിൽ മുംകിനാണല്ലോ. അങ്ങനത്തെ ആദമിനെ ഫർള് ചെയ്യപ്പെട്ടാൽ എന്ത് വരുന്നുണ്ട്? ബിദ്ദാത്ത് മുംകിൻ മുഹാൽ ലാസിമാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് തമ്മിൽ ബന്ധമില്ല. കാരണം എന്താ? അത് മുഹാലിനെ ലാസിമാക്കുന്നത് മുഹാലിന്റെ ഐശ്യത്തിൽ കൂടെയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഹഖീഖിയായ ഒരു മുംകിന്റെ ഉക്കുവിനെ ഫർള് ചെയ്യലിനാൽ തന്നെ ഇത് വരുന്നുണ്ട്, മുഹാല് വരുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി വഖദ് യുജാബു അൻഹു അയ്ളൻ ബിഅന്നൽ കലാമ ഫീ ഹയൂലൽ അജ്സാമി ഹൽ കാനത്ത് മുഖ്തരിനത്തൻ ബിസ്സൂറത്തി ഫീ അസ്ലിൽ ഫിത്രത്തി ഗൈറു മുൻഫഖത്തിൻ അൻഹാ കമാ ഹിയല്ലാന ഔ കാനത്ത് ഫീ അസ്ലിൽ ഫിത്രത്തി മുജറദത്തൻ സുമ്മഖ്തറനത്ത് ബിസ്സൂറത്തി. എന്താ ഇപ്പൊ ഈ ഇജാബുവിന്റെ മാനപ്പ് എന്താ? അതായത് ഈ വഖദ് ഇജാബുവിന്റെ ഹാസിൽ ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഇത് അസ്ലി എഴുത്തിറാദിലേക്ക് മടക്കണതാണ്. ഈ കീല പറഞ്ഞല്ലോ, ഈ കീല സൂറത്തിനോട് ഒരു കാലത്തും ഹയൂല സൂറത്തിനോട് അന്വരിക്കാതിരുന്നോട്ടെ എന്നുള്ള ഈ കീല, ഇത് ഈ മക്കാമിൽ തന്നെ വരാൻ പറ്റാത്ത ചോദ്യമാണ്. ഈ വർത്താനം ഇവിടെ മിണ്ടാൻ പറ്റാത്ത വർത്താനാണ്. ഇതാണിപ്പോ ഈ ജവാബിന്റെ ഹാസിൽ. കാരണം നമ്മളെ ചർച്ചയും ഈ ചോദ്യം തമ്മിൽ എന്തില്ല, യാതൊരു ബന്ധമില്ല. എന്താ പറയുന്ന ഹാസില്? ബി അന്നൽ കലാമ, നമ്മുടെ കലാമ് ഫി ഹയൂലൽ അജ്സാമി, അജ്സാമുകളൊക്കെ ഇപ്പൊ ഹയൂല സൂറത്തിനാൽ മുറക്കബാണെന്ന് പറയാലോ. അങ്ങനെയുള്ള അജ്സാമിന്റെ ഹയൂലയിലാണ്. ഹൽ കാനത്ത് മുഖ്തരിനത്തൻ ബി സൂറത്തി ഫി അസ്രിൽ ഫിത്രത്തി, അതായത് ഇപ്പം ഏതൊരു ഹയൂലും സൂറത്തുമായിട്ട് മുക്വാലിനാണ് എന്ന വിഷയത്തെ ആർക്കും തർക്കമില്ല. പിന്നെ തർക്കം എങ്ങനെ? ഹൽ കാനത്ത് മുഖ്തരിനത്തൻ ബി സൂറത്തി ഫി അസ്രിൽ ഫിത്രത്തി, ഹയൂലിന്റെ അസ്ലി ഫിത്രയില് അത് സൂറത്തുമായിട്ട് മുക്കാലിനായിരുന്നോ? അതായത് ഓരോ മുൻഫക്കത്തിനെ തൊട്ട് വിട്ടുപിരിയാത്തതായ നിലക്ക് മുക്കാലിനായിരുന്നോ? കമാഹിയല്ലാന, ഇപ്പൊ അങ്ങനെയുള്ളത് അങ്ങനെയാണോ? ഔ കാനത്ത് ഫി അസ്ലിൽ ഫിത്രത്തി, അസ്ലി ഫിത്രത്തില് അത് മുജറദായിരുന്നോ? സുമ്മഖ്തറനത്ത്, പിന്നീട് അത് അന്വരിച്ചതാണോ? ബിസൂറത്തി, സൂറത്തിനോട് അന്വരിച്ചതാണോ? ശരിയാ. അപ്പോ ഇനി മുക്കാലിനായിക്കൂടാ, മുക്കാലിന് തീരെ ആവൂല, അത് ജായിസാവൂല, മുക്കാലിനാവാതിക്കൽ ജായിസാവൂല, ചർച്ചൊന്നും ഇവിടെ വരൂല. ഇപ്പൊ ബിൽഫീൽ ഇപ്പൊ ഏതാണ്? ഏത് ഹയൂലയും സൂറത്തുമായിട്ട് മുക്കാലിനായിട്ടുണ്ട്. അങ്ങനെയുള്ള മുക്കാലിനായ ആ ഹയൂല അതിന്റെ അസ്ലി ഫിത്രത്തിലായ നിലക്ക് തന്നെ അത് മുൻഫക്കാവാത്ത രൂപത്തിൽ, വിട്ടുപിരിയാത്ത രൂപത്തില് ഹയൂലയുമായിട്ട് അല്ല സൂറത്തുമായിട്ട് മുക്കാലിനായിരുന്നവോ അതല്ല പിന്നെ തീരെ മുക്കാലിനായിട്ടില്ലേ? ഇതാണ് ചർച്ച. അപ്പൊ ആ കീലവിടെ ഒരിക്കലും വരൂല എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ജവാബിന്റെ ഹാസിൽ നമുക്ക് എന്ത് ചെയ്യാ? ഈ വഖദ് ഇജാബിന്റെ ഹാസിൽ ചെറിയൊരു തഫ്സീർ നിരക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. അതായത് 3 ഇഹ്തിമാലുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഹയൂൽ എന്ത് ചെയ്യാ? അദലം വാബദൻ തജറുദാകുക. രണ്ടാമത്തെ ഇഹ്തിമാൽ എന്ത് ചെയ്യാ? ആദ്യം ഹയൂല തജറുദാകുക, പിന്നെ മുക്കാലിനാകുക. മൂന്നാമത്തെ ഇഹ്തിമാല് ആദ്യം മുക്കാലിനാകുക, പിന്നെ തജറുദാകുക. എന്നാൽ നമ്മളിവിടെ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദലീല് രണ്ടാമത്തെ ശിക്കിന്റെ മേലാണ്. എന്റെ അവ്വൽ അമ്രിലെ
ഹയൂല മുജറദായിരുന്നോ ഇല്ലേ? ഇതാണ് നമ്മൾ ചർച്ച. മനസ്സിലായോ? നിങ്ങൾ ഈ പറഞ്ഞ ഈ ചർച്ചകളൊന്നും ഈ വർത്താനങ്ങളൊന്നും എവിടെ വരൂല? ഇവിടെ വരൂല. എന്നാൽ വൽ അവ്വലു വസ്സാനി മുഹാലാനി. അപ്പൊ ഒന്നിരിക്കല് സൂറത്തുമായിട്ട് ഹയൂല മുക്കാലിനാകുമ്പോ അതെന്താവണം? ഒന്നിരിക്കല് അത് തീരെ ഹൈസ് ഉണ്ടാവാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഹൈസ് ഉണ്ടാവട്ടെ, ജമീയ ഹൈസുകളിലും ആവട്ടെ. ഇതാണ് 1, 2. വൽ അവ്വലു വസ്സാനി മുഹാലാനി. 1, 2 മുഹാലാണ്, അതിൽ തർക്കമില്ല. ഇനി മൂന്നാമത്തെ വസ്സാലിസു ഐദൻ മുഹാലുൻ. മൂന്നാമത്തതും മുഹാൽ തന്നെയാണ്. കാരണം എന്താ? ലിഅന്ന ഹുസൂലഹ ഹയൂലുണ്ടാവര് ഫീ കുല്ലി വാഹിദിൻ മിനൽ അഹിയാദി ഹയ്യിദുകളിൽ നിന്നുള്ള എല്ലാ ഓരോന്നിലും ഈ ഹയൂലുണ്ടാവല് അത് മുംകിനാണ്. അത് മുംകിനാണല്ലോ. എന്നാൽ കാരണം അത് മുംകിനാണ്. വേറെ കാരണം എന്താ? ലിഅന്നൽ ഹയൂല അലാ ദാലിക തഖ്ദീരി. ആ തദറുദിന്റെ തഖ്ദീറനുസരിച്ച് ഹയൂല നിസ്ബത്തുഹാ ഇലാ ജമീൽ അഹിയാദി എല്ലാ ഹയ്യിദുകളിലേക്കും അതിന്റെ ബന്ധം അലസവിയത്തി സമത്വത്തിന്റെ മേലാകുന്നു. വകദാലിക നിസ്ബത്തു സൂറത്തിൽ ജിസ്മിയത്തി. ഇങ്ങനെ തന്നെയാണ് സൂറത്ത് ജിസ്മിയന്റെ ബന്ധവും. ഫഇന്നഹ തഖ്തദി ഹയ്യിദൻ മുത്തലക്കൻ. അതൊരു മുത്തലക്കൻ ഒരു ഹയ്യിദിനെ തേടും. ലാ മുഅയ്യനൻ മുഅയ്യനായ ഹയ്യിദിനല്ല തേടുക. എന്നിരിക്കെ ഫലവ് ഹസലത്തെ ആ ഹയ്യൂല ഉണ്ടായാൽ ഫി ബാലിൽ അഹിയാദി ചില ഹയ്യിദുകളിൽ ഉണ്ടായാൽ ദൂനബാലിൻ മറ്റു ബാലിനെ കൂടാതെ യൽസമു തർജീഹ് ബിലാ മുറജ്ജിഹിൻ തർജീഹ് മുറജ്ജിഹിലാദിമാവൂലോ വഹുവ മുഹാലുൻ. അത് മുഹാലാണ്. ഇപ്പൊ ഇതോടുകൂടെ ദലീൽ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 2 സിക്കുമ്പടെ ബാത്തിലായി. അപ്പൊ എന്താവും? ഫലാ സബീല തജറുദിൽ ഹയൂലാനി സൂറ. അപ്പൊ അത് സുബൂത്തായി. ഇനി ഇതിന്റെ മേൽ വന്ന ചെറിയൊരു ഇഷ്കാലും മറുപടിയും ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.